രാജലക്ഷ്മി പിള്ളി, കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ BHI 145-ന്റെ 8ാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അത് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് 1851 മുതൽ 1914 വരെയുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്ന പീരീഡാണ്. അതും നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. അത് തുടങ്ങിയത് എവിടെയാണ് എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഈ യൂണിറ്റിൽ നമ്മൾ പരാമർശിക്കുന്നത് എങ്ങനെയാണ് 19ാം നൂറ്റാണ്ടിന്റെ മിഡിൽ ലെവലിൽ നിന്ന് ഫ്രാൻസിലും ജർമ്മനിയിലും റഷ്യയിലൊക്കെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വന്നത്. അതിനുശേഷം എത്രത്തോളം അവരുടെ ഓരോ സ്റ്റേറ്റും മേജർ ആയിട്ടുള്ള റോൾ എന്തായിരുന്നു ഇൻഡസ്ട്രിയലൈസേഷനിൽ, എന്ത് പാർട്ടാണ് അവർ ചെയ്യിച്ചത്. അതേമാതിരി റഷ്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ റഷ്യൻ ഗവൺമെന്റ് എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങി വരുമ്പോൾ യൂറോപ്പില് 18ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നത്. അതിന് ആ കാലഘട്ടത്തിൽ പതുക്കെ അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും വന്നു. റഷ്യയിലേക്കാണ് വളരെ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് 1850 ശേഷം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ വളരെ സ്ലോയിലാണ് ഇത് എത്തിപ്പെടുന്നതും. ഫ്രാൻസിന് ഇപ്പൊ ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഫ്രാൻസിന്റെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആണ് തുടക്കത്തിൽ വരുന്നത്. അവസാനം വരുമ്പോഴത്തേക്ക് റഷ്യ വരും 1848 മുതൽ 1870 വരെ. അതായത് ഒരു ഡീപ്പായിട്ടുള്ള വലിയൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ആ ഡിപ്രഷൻ കാരണം ഫ്രഞ്ച് ഇൻഡസ്ട്രിയിൽ വളരെ ലേറ്റ് ആയിട്ട് 1850 ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എത്രത്തോളം ഗോൾഡ് ഉണ്ട് യൂറോപ്പില്, അതിന്റെ ബേസിസിലാണ് റെവല്യൂഷൻസ്. 1848 വന്ന റെവല്യൂഷനും അതിൻ്റെ ആയിട്ടുള്ള റെയിൽവേന്റെ ബൂമും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരുപാട് ടെക്സ്റ്റൈൽസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഗവൺമെന്റ് പണം ഇറക്കാനാണ് ഇൻഡസ്ട്രികൾ തുടങ്ങുക. അപ്പൊ തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രികൾ എന്തൊക്കെയാന്ന് വെച്ചാല് ടെക്സ്റ്റൈൽസ്, ഇന്നലെയും ഞാൻ പറഞ്ഞു, ടെക്സ്റ്റൈൽസ്, കോള്, അയൺ, റെയിൽവേസ്. ഇതാണ് ഫ്രാൻസിൽ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം അവർ ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടുള്ള, അതായത് സ്റ്റിമുലേറ്റ് ചെയ്ത വാട്ടർ പവറിനെ ഉപയോഗിച്ച്, വെള്ളത്തിനെ ഉപയോഗിച്ച് സ്റ്റീം പവർ ഉണ്ടാക്കുകയും ആ സ്റ്റീമിൽ കൂടെ അവര് സ്റ്റീം എൻജിൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളും ഉണ്ടാക്കുന്നു. അപ്പൊ ഈ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഈ പീരീഡിൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് എത്രത്തോളം കൽക്കരി എടുക്കാൻ പറ്റും. നോർഡും പാസിഡിക്കാലീസിൽ നിന്ന് അവരുടെ കൽക്കരി എടുത്ത് അതിനെ സ്മെൽറ്റ് ചെയ്ത് അതിന്റെ പ്രോഡക്റ്റിലാണ് ഇവര് കമ്പനികൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ഇതിൽ അവർ 1852 ടോട്ടൽ ആയിട്ടുള്ള കോളിന്റെ ഔട്ട്പുട്ട് തന്നെ 5 ലക്ഷം മെട്രിക് ആണ്. അപ്പൊ ഇങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടും അവര് മാക്സിമം ആയിട്ട് വരുന്നത് നാഷണൽ പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു. ഇതിന് ശേഷം പിഗ് എന്ന് പറഞ്ഞതും വളരെ ഡ്രമാറ്റിക് ആയിട്ട്, വളരെ കൂടുതലായിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പിന്നെ കാണുന്നത് സ്റ്റീൽ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതിന് ശേഷം 1 ലക്ഷം ടൺസ് ഒക്കെ അവർ ഇൻക്രീസ് ചെയ്തു. പിന്നെ അവർ വേണ്ടതായിട്ട് എടുക്കുന്നത് ബെസ്മർ ടെക്നിക്സ് എന്നാണ്, അതായത് ഇന്റർനാഷണൽ പ്രൊഡക്ഷനിൽ ബ്രിട്ടന്റെ ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം പല കമ്പനികളുണ്ട്, അതായത് എട്രി നോറി കമ്പനികള്, ലീക്രോസ് വൈറ്റ്, ലൊറൈൻ, പല വിധത്തിലുള്ള കമ്പനികളും ഡച്ച് കമ്പനികളുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കമന്ററി ഉണ്ടാക്കി അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അയൺ പ്രൊഡക്ഷനിലാണ്. അയൺ വന്ന ശേഷം പിന്നെ നമ്മൾ കാണുന്നത് കോട്ടൺ ഇൻഡസ്ട്രിയില് ഇവർ റിമെയിൻ ചെയ്യുന്ന നോർമൻഡി അല്ലെങ്കിൽ ലീ ഡിസ്ട്രിക്ട്, ഇതൊക്കെ ഹാൻഡ് വീവിങ്ങിലായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. അതൊക്കെ ഈ ഏരിയ ഒക്കെ മെക്കനൈസേഷനിൽ വരും, സൊഫിസ്റ്റിക്കേഷനിൽ വരുന്നു 1870 ലാൻകാഷറിൽ. ഇതില് ഈ അലാസയിലാണ് ഏറ്റവും കൂടുതൽ പവർ മെഷീനറി വന്നത്. അത് അവർക്ക് ഇംഗ്ലണ്ടിന്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ്. അതിന് ശേഷം എന്താ നടക്കുന്നത് വെച്ചാല് ഈ കോട്ടൺ എടുത്തിട്ട് ഗുഡ് കോട്ടൺ ഉണ്ടാക്കാനും അതേമാതിരി ഗുഡ് ആയിട്ടുള്ള വൂള്, അതായത്
നൂല് കിട്ടാനും ഇവിടെ ഓസ്ട്രേലിയൻ ക്ലിപ്പിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്ത് എടുക്കുന്നു. നൂലെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന വൂളിനെയാണ്. വൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഷീപ്പിന്റെ, ഓസ്ട്രേലിയയിൽ നിന്ന് ഷീപ്പിന്റെ വൂള് എടുത്തിട്ടാണ് അവര് ആ പ്രോഡക്റ്റും ഉണ്ടാക്കുന്നത്. ഇത് കൂടാണ്ട് ഇന്റർനാഷണൽ സർക്കംസ്റ്റൻസിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്റർവെൻഷൻ ബോണപ്പാർട്ട് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് എംപയർ ഇന്നലെ പറഞ്ഞുല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെപ്പോളിയൻ മൂന്നാമന്റെ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള അസിസ്റ്റൻസും ക്രിയേഷൻ കൊണ്ടുവരുന്നു. പിന്നെ അത് മാത്രമല്ല നാഷണൽ മോർഗേജ് ബാങ്ക് കൊണ്ടുവരുന്നു. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഡോമിനേറ്റ് ചെയ്യുന്ന പെരേറി ബ്രദേഴ്സിന്റെ അത് കൊണ്ടുവരുന്നു. ഇത് രണ്ടും സെറ്റപ്പായി കഴിഞ്ഞപ്പോൾ ഈ ആ കാലഘട്ടത്തിലാണ് നെപ്പോളിയൻ പ്രസിഡന്റ് ആവുന്നതും അതിനുശേഷം സ്പെക്കുലേഷൻ ചെയ്തിട്ട് എത്രത്തോളം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല ഈ ക്രെഡിറ്റ്, അതായത് ഈ ജർമ്മൻ പോയിന്റ്സ്, ഈ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാല് സ്റ്റേറ്റ് എൻകറേജ് ചെയ്യാണ് ബാങ്കിന്. അത് ബാങ്ക് എൻകറേജ് ചെയ്യുമ്പോൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ബാങ്ക് ഹൗസസ് ആണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും ലാൻഡ് ബോണ്ട്, ഗവൺമെന്റ് ബോണ്ട്, ലാൻഡ് മോർഗേജസ്, ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറയും. അതിൽ കൂടെ അവർ എക്കണോമിക് ഗ്രോത്തിനെ കൊണ്ടിരിക്കുകയും ആക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ്, അതായത് രാഷ്ട്രത്തിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നിട്ട് അങ്ങനെ ഒരു ട്രേഡിനെ മൈനർ ആക്സിൽ കൂടെ ഫ്രീ ട്രേഡ് നടത്തുന്നു. അപ്പൊ ഗോബ്ഡൻ ട്രീറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റിലാക്സ് ചെയ്യാണ്, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ടാക്സ് അവരെ റിലാക്സ് ചെയ്യുന്നു. ഇതിൽ ബ്രിട്ടീഷിന്റെ ഗവൺമെന്റിൽ കാലഘട്ടത്തിൽ 18ാം നൂറ്റാണ്ടിൽ ഇത് ഫോഴ്സിബിൾ ആയിട്ടും വെൽ ഡയറക്റ്റഡ് ആയിട്ട് വരുന്നു. ഇങ്ങനെ മാനേജറൽ പൊസിഷനിലേക്ക് അവര് കൊണ്ടുവരാണ്. ഇനി പതുക്കെ നമ്മള് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ്, അതായത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലിലേക്ക് വേണ്ട ക്യാപിറ്റൽ കൊടുക്കുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറയാ. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഫ്രാൻസ് പ്രഷ്യനിൽ വാർ നടക്കുകയാണ്. വാർ 1870-71 അപ്പൊ ഇതില് ഈ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറ്റുന്ന വെച്ചാൽ റെഫറൻസസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ജർമ്മനിനെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി വളരെ ക്വിക്ക്ലി ആയിട്ട് വരുന്നു. അതേമാതിരി പോപ്പുലേഷനും ഇൻക്രീസ് ആവുന്നു. അപ്പൊ ഈ റേറ്റ് ഇൻക്രീസ് ആയി വരുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്, അതായത് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഹയർ ലെവലിലേക്ക് വന്നു. അതിനുശേഷം ഇവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫ്രഞ്ച് എക്കോണമി സ്ട്രെങ്തൻ ചെയ്തു വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻസ് ക്യാപിറ്റലിസത്തിലേക്കാണ് വരുന്നത്. ഈ പ്രൊപ്പോർഷൻ, അതായത് ലേബർ ഫോഴ്സ് എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചറിലും ഫോറസ്റ്റ് വർക്കിലും അഗ്രികൾച്ചറിലും ലേബർ ഫോഴ്സ് കുറഞ്ഞു, അതായത് താഴ്ന്നുപോയി. ആ പ്രൊഡക്ടിവിറ്റി ലേബറിനെ കണ്ടിന്യൂ ചെയ്യുന്നത് റൈസ് ചെയ്യാനും നാഷണൽ ഇൻക്രീസിനും വേണ്ടിയിട്ട് അവര് പെർ ക്യാപിറ്റ വാല്യൂ എക്സ്പോർട്സും ഇമ്പോർട്ട്സും എടുക്കുന്നു. ഇതിനെ 2 ഫോൾഡിൽ കൊണ്ടുവരും. അതായത് ബാങ്കില് സേവിങ്സ് ഇൻ ദ കൺട്രീനെ കൂട്ടുക, പിന്നെ വോളിയം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്റർപ്രൈസിങ് കമ്പനികൾക്കും കൺട്രി കൂട്ടണം. അപ്പൊ അങ്ങനെയാണ് ഈ കമ്പനികളൊക്കെ കൂടുതലായിട്ടും ആഫ്രിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഫ്രഞ്ച് കമ്പനികൾക്ക് ഉണ്ടായിരുന്നു. അവര് അതിനെ കുറച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പൊ ഈ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ആനുവൽ റേറ്റ് ഗ്രോത്ത് ഔട്ട്പുട്ട് ചെയ്ത് വരികയാണ് ഇൻഡസ്ട്രീസില്, ഫ്രാൻസില്. ഇതിനുശേഷം നമ്മൾ കാണുന്ന എന്താ വെച്ചാല് ഈ അഡീഷനില് കൺട്രീന്റെ, അതായത് രാജ്യത്തിന്റെ സബ്സ്റ്റാൻഷ്യൽ ഹെഡ്വേ റിസർച്ചിനും ഡെവലപ്മെന്റിനും കെമിക്കൽ പ്രൊഡക്ഷനും അതേമാതിരി ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നു. അതേമാതിരി പിന്നെ പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് സോഡ, സൾഫ്യൂരിക് ആസിഡ് പ്രൊഡക്ഷൻ, അതേമാതിരി തന്നെ ഇന്നോവേഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ. അങ്ങനെ കമ്പനികൾ വരുമ്പോഴത്തേക്കും സെന്റ് ഡെനിസ് കമ്പനിയിൽ കൂടെ അവരെ ഡൈയിന്റെ സ്റ്റഫും റിസർച്ച് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും കൊണ്ടുവരുന്നു. ഇന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ആൻഡ് ജർമ്മൻ കമ്പനീസ് ആണ് വളരെ പ്രാധാന്യമായ. തോംസൺ ആൻഡ് ഹഡ്സൺ, സീമൻസും ഫ്രാൻസിൽ എടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഫ്രഞ്ച് ഫേം
ബ്രിഗ്വട്ട് എന്ന് പറയും, ടെലിഗ്രാഫ് ടെലിഫോൺ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് കമ്പനി. അപ്പൊ ഈ യൂസ് ഒക്കെ ഇലക്ട്രോളിസിസ് വരെ ഉപയോഗിച്ചിട്ട് മാനുഫാക്ചർ ഓഫ് അലൂമിനിയം, അതായത് പല വിധത്തിലുള്ള അലൂമിനിയം പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അവർ കൊണ്ടുവരുന്നു. ഈ പ്രപ്പോർഷനിൽ കൂടെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് മോട്ടോർ കാർ പ്രൊഡക്ഷൻ തുടങ്ങുന്നു. ഫ്രഞ്ച് ഫേംസ് പെനർഗാട്ട് പിറ്റ്ഗോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഫ്രഞ്ച് ജർമ്മൻ ഫേം ഒട്ടാവയും ബെൻസിന്റെ കൂടെ കോമ്പറ്റീഷനായിട്ടുള്ള ഫോർഡിന്റെ കൂടെ അവര് തയ്യാറെടുത്ത് വരികയാണ്. ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആ കാലഘട്ടത്തിൽ, അതായത് 1871 അലാസ് ആൻഡ് ലൊറൈൻ, ഇത് ഫ്രഞ്ചിന്റെ പ്രോവിൻസസ് ആണ്, പക്ഷെ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ജർമ്മനിയോട്. അപ്പൊ അങ്ങനെയോടെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഫ്രഞ്ചിന്റെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ഒന്ന് താഴാൻ തുടങ്ങി. മാത്രമല്ല ഇവരുടെ ടെക്സ്റ്റൈൽ ഇന്നോവേഷൻ അലൈസില് വന്നിരുന്നതും ജർമ്മന്റെ ടാരിഫിലും ടെറിട്ടോറിയൽ ഏരിയയിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്പിന്നിങ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിന്റെ മാനുഫാക്ചറിങ്, ഫ്രഞ്ചിന്റെ മാനുഫാക്ചറേഴ്സിന് ലൊറൈനിലുള്ളവർക്ക് ഫ്രഞ്ച് കമ്പനികൾ വളരെ കഷ്ടപ്പെട്ടാണ് സർവൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇതേ മാത്രമല്ല കോർപ്പറേഷൻ സ്റ്റീൽ ആൻഡ് അയൺ പ്രോഡക്ട്സ് ഓഫ് ലൊറൈൻ, ഇതിലും അവർക്ക് രണ്ട് സൈഡിലും മാനുഫാക്ചറിങ് യൂണിറ്റ് ആയത് രണ്ട് സൈഡായ ബോർഡറിലും വെൽഡൽസിന്റെ പ്രൊസഷനിലും 1878 മുതൽ ആ പ്രോസസ്സ് നടന്നു പോന്നു 1895 വരെ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഫ്രാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയില് ഇവിടെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ആ ജർമ്മൻ ചേഞ്ചസ് എന്താ വരുന്നത് വെച്ചാല്, സ്റ്റേറ്റില്, ജർമ്മൻ സ്റ്റേറ്റില് 1871 അതായത് ജർമ്മൻ എംപയർ വന്ന ശേഷം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഒന്ന് വളരാൻ തുടങ്ങി. 19ാം നൂറ്റാണ്ടിൽ ഒന്ന് വളരാൻ തുടങ്ങി. അതിന് ഈ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ഇവര് ഡിസൈസീവ് ആയിട്ട് വളരെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഒഫീഷ്യൽ മെഷേഴ്സ് എടുത്തു. 1789 1815 കാലഘട്ടത്തിൽ ഒഫീഷ്യൽ മെഷേഴ്സ് വളരെ കാര്യമായിട്ട് എടുക്കും. ആ മെഷേഴ്സ് എന്താന്ന് വെച്ചാല് ജർമ്മനി ഫ്രഞ്ചിന്റെ ലെജിസ്ലേഷൻ കോപ്പി ചെയ്യാണ്. ഫ്രഞ്ചിന്റെ ലെജിസ്ലേഷൻ കോപ്പി ചെയ്ത് അവിടെ അവരെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയും റെവല്യൂഷണറി ആൻഡ് സാറ്റലൈറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നു. റൈൻലാൻഡിലും കിങ്ഡം ഓഫ് വെസ്റ്റ് ഫിലിയയിലൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ എന്താ പറ്റുന്ന വെച്ചാല് ഒരു ഓൾട്ടർ നേച്ചർ ഓഫ് സോഷ്യൽ റിലേഷൻസ് നെപ്പോളിയാനിക് കോൺസ്ലാറ്റിലേക്കുള്ള ഒരു ലെവലിലേക്ക് ഒരു ചേഞ്ചസ് കൊണ്ടുവരുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിൽ കൂടാതെ ഓൾമോസ്റ്റ് ബെനിഫിറ്റ് ചെയ്തത് എക്സ്ക്ലൂഡ് ചെയ്യാണ് ബ്രിട്ടീഷ് ഗുഡ്സിന്. കോണ്ടിനെന്റില് ബ്രിട്ടീഷ് ഗുഡ്സ് വരാൻ പാടില്ല എന്നുള്ള ആ കോണ്ടിനെന്റൽ സിസ്റ്റം കൊണ്ടുവരുന്ന അവരുടെ ബ്രിട്ടീഷിന്റെ കോണ്ടിനെന്റൽ പോർട്സിനെയും ഇവര് ബ്ലോക്കേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെജിസ്ലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നെപ്പോളിയാനിക് പീരീഡ് ടൈമിലല്ല, അതായത് സെറ്റിൽമെന്റ്സില് റൈൻലാൻഡില് ഡിസ്മാൻഡിലിംഗ് ചെയ്തിട്ട് ഗിൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരേ ഗ്രൂപ്പുകാരുടെ കമ്പനി ഒരേ തൊഴിൽ ചെയ്യുന്നതിനാണ് ഗിൽഡ് എന്ന് പറയാ. അങ്ങനെയുള്ള ഗിൽഡൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യും. മാത്രമല്ല അവർക്കുള്ള പ്രിവിലേജസ് ഒക്കെ അബോളിഷ് ചെയ്യും. അപ്പൊ ഈ ഇംപ്രൂവ്മെന്റ് സ്റ്റേറ്റസ് അവരുടെ കോമ്പറ്റീഷൻസ് ഇൻ ഇൻഡസ്ട്രീസിലും ഗ്രേറ്റർ സ്കോപ്പ് ഇൻ ഇന്നോവേഷനിലേക്കും തിരികെയാണ്. അപ്പോൾ കോണ്ടിനെന്റൽ സിസ്റ്റം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന് ആ പ്രോഡക്ട്സ് ആ റീജിയനിലുള്ള പ്രോഡക്ട്സും അതിൻ്റെ ഫ്രഞ്ച് എക്സ്ട്രാക്ഷൻസും ടൗൺസിലൊക്കെ പലവിധ ടൗൺസിലും ഈ ഡച്ച് ബർഗിലും ഒരു ബൂമാണ്, ബിസിനസ് ബൂമാണ് കാണുന്നത് 1800. അപ്പൊ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ 1800 മുതൽ 1807 വരെ ഒരു നമ്പർ ഓഫ് വുളൻ ഫാക്ടറീസ് ഇൻക്രീസ് ചെയ്യുന്നു. അത് എത്ര പെർസെൻറ്റേജ്? 5% ഇൻക്രീസ് ആവുന്നു. അത് മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യാണ് എക്സ്റ്റെൻസീവ് ആയിട്ട് ഈ വുളൻ ഗുഡ്സ് റഷ്യയിലേക്കും സ്പെയിനിലേക്കും എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഇനി ഇതിൽ റവല്യൂഷണറി പ്രാക്ടീസിൽ വരുമ്പോൾ പഴയ വിധത്തിലുള്ള ഏൻഷ്യൻ റിഷീമിലും പ്രഷ്യയിലും സെർഫിന്റെ ഇമാൻസിപ്പേഷൻ കാരണം ഈ ഡിഫറൻസ് ലോർഡും പെസന്റും അല്ലെങ്കിൽ പെസന്റും സ്റ്റേറ്റും ഇതിലൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ ആണ് കിട്ടുന്നത്, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതിന്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്താന്ന് വെച്ചാൽ കോൺഫിഗറേഷൻ റെയിൻലാൻഡില് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ചെയ്ത
ബാക്കി ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ ഗിൽസിനെ പ്രഷ്യയിലേക്കും അവരുടെ ടെറിട്ടറിയിലേക്കും റെസ്റ്റോർ ചെയ്യുകയും കിങ്ഡം 1815 ഇതിന്റെ പ്രഷ്യ ആ സമയത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എഡിക്സ്, ഇമാൻസിപ്പേഷൻ ഓഫ് എഡിക്സ് എന്ന് പറയുന്നു 1807 മുതൽ വരെ. ഇത് ഇൻസ്പയർ ചെയ്തത് മിനിസ്റ്റർ ആണ്, വോൺ സ്റ്റെയിൻ എന്ന് പറഞ്ഞ മിനിസ്റ്റർ. ആ എസ്റ്റാബ്ലിഷ് ചെയ്തു സർഫ്, അതായത് കർഷകൻ ഫ്രീ ആണ്, ബട്ട് അവന് ഒരു റൈറ്റ്സ് ഇല്ല, ലൈറ്റിൽ അവൻ ഫ്രീ ആണ്, പക്ഷെ അവന് ലാൻഡിലേക്കുള്ള റൈറ്റ്സ് ഇല്ല. ഈ മെഷേഴ്സിൽ കൂടെ ഇതിൽ സൂപ്പർവൈസ് ചെയ്ത് വരുന്നത് മിനിസ്റ്റർ ഹാർഡൻബർഗ് ആണ്. 1811 പ്രൊവൈഡ് ചെയ്തു ഇവർക്ക് ഇൻഹെറിറ്റൻസ് എടുക്കാൻ പാടില്ല ജങ്കർ പ്രോപ്പർട്ടിയിൽ. മാത്രമല്ല 1/3 ഓഫ് ദി ഹോൾഡിങ്സ് ആണ് അവരുടെ കയ്യിൽ കൺട്രോൾ ഉള്ളത്. അപ്പോൾ ഈ ഹോൾഡിങ്സിൽ കൂടെ സീഡ് ചെയ്ത് 1/2 ഓഫ് ദ ഹോൾഡിങ്സ് ആക്കി മാറ്റി. ഇത് മാത്രമല്ല ഈ പൊസസ് ചെയ്യുന്നവരെ ലാൻഡ്, ലിറ്റിൽ ലാൻഡ് ആയാലും അവർ അവിടെ റെന്റ് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം വരുന്നു. സെറ്റിൽമെന്റ് പ്രോസസ്സിൽ കൂടെ വരുമ്പോൾ ഫിക്സിങ് ചെയ്തിട്ട് സെർഫ് റൈറ്റ്സിന്റെ പ്രോപ്പർട്ടിയിലും അതേമാതിരി പെർമിറ്റിംഗ് പഴയ തരത്തിലുള്ള ഫിക്സേഷൻ വരാൻ പാടില്ല. ഡിക്ലറേഷൻ 1816 ലിമിറ്റ് ചെയ്യാണ്, അതായത് കർഷകന്റെ കർഷകന്റെ റൈറ്റ്സിനെ ലിമിറ്റ് ചെയ്യുന്നു. എന്നിട്ടോ അവർക്ക് ഈ കൃഷിയുടെ കൂടെ തന്നെ ചില ആൾക്കാർക്കൊക്കെ കാറ്റിലുണ്ടാവും, ആടുമാടുകളൊക്കെ. അത് മാത്രമല്ല ലാൻഡ്ലെസ് ലേബററേയും ഇങ്ങനെ കമ്പൽഷൻ ആയിട്ട് പ്രോപ്പർട്ടി അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരുന്നത് 1850. ഇനി ലെജിസ്ലേറ്റീവ് മെഷേഴ്സിൽ കൂടെ കോയിൻസീഡ് ചെയ്ത് നമ്മൾ കാണാൻ പോകുന്നത് റിഡംഷൻ, അതായത് പേയ്മെന്റിന്റെ റിഡംഷൻ വരെയും. ഈ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അതിന്റെ കൂടെ മാത്രമല്ല 1816 ഇതിന്റെ കൂടെ എമൗണ്ട്, എത്ര എമൗണ്ട് ആണോ ചാലഞ്ച് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളതും വരുന്നുണ്ട്. ഈ ഡിക്രിയിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ ടേംസിൽ, അതായത് ഹിതട്ടോ ടേംസിൽ കൂടെ വളരെ ഗ്രേറ്റർ ആയിട്ടുള്ള കമേഴ്സ്യലൈസേഷൻ ആണ്. അഗ്രികൾച്ചർ, അതായത് കൃഷിയെ കമേഴ്സ്യലൈസേഷൻ കൊണ്ടുവരുന്നു. ആ കമേഴ്സ്യലൈസേഷൻ വരുമ്പോഴത്തേക്ക് ഇംപ്രൂവ്മെന്റ് വരുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് എവിടെയുള്ളത്, ഈസ്റ്റേൺ ലാൻഡ്സിലും അതും കാണുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പരാമർശിക്കാൻ പോകുന്നത് സോൾവറൈൻ ആണ്. അതായത് ക്രൈസിസ് വരുന്നു 1815 ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്മെന്റ് വരാണ് ലാർജ് റീജിയണൽ മാർക്കറ്റ്സിൽ കൂടെ 1820 കൂടെ. ഇവിടെ ഫോർമേഷൻ, അതായത് പ്രഷ്യ എന്നുള്ള ഭാഗം ഫോർമേഷൻ ഉണ്ടാവുന്നു. സെൻട്രലൈസ് ചെയ്ത് വരുന്നത് സോൾവറിൻ ആണ്. സോൾവറിൻ എന്ന് വെച്ചാൽ കസ്റ്റംസ് യൂണിയൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ 1834 ഇതിൽ കൂടെ ഈ ഡെവലപ്മെന്റ് റിമൂവ് ചെയ്തെടുക്കുന്നത് ഫേസ് ചെയ്തിട്ടുള്ള, അതായത് ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഗുഡ്സിനെ ഏതൊക്കെ ഏരിയയിലാണ്, ജർമ്മൻ സ്റ്റേറ്റ്സിലാണ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. ഇതിന് ഡാമൻഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വഴിയും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് വഴിയും ഫ്രഞ്ച് മാർക്കറ്റും എക്സ്ക്ലൂസീവായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാർക്കറ്റും, അതില് പല വിധത്തിൽ ഇവര് ഐഡിയാസ് മാറ്റിയെടുക്കുന്നുണ്ട്. അതിൽ ഒരു റീജിയണൽ യൂണിറ്റ്സിൽ കൊണ്ടുവന്നു. പ്രഷ്യൻ മാർക്കറ്റില്, അതായത് ടാരിഫ് 1818 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ലോ ഡ്യൂട്ടീസ് ആണ്. വളരെ കുറഞ്ഞ ഡ്യൂട്ടി അടിക്കുക റോ മെറ്റീരിയൽസിൽ. പിന്നെ ഹെവി ഡ്യൂട്ടിയില് കൊളോണിയൽ ഗുഡ്സിലേക്ക് ഹെവി ഡ്യൂട്ടി അടിക്കുക. അതായത് കൊളോണിയൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ കോഫി, ടീ ഇതിനൊക്കെയാണ്. പിന്നെ ലോ ഡ്യൂട്ടി മാനുഫാക്ചറിങ് ഗുഡ്സിൽ 10% ഡ്യൂട്ടി. ഹൈ ഡ്യൂട്ടീസിൽ ട്രാൻസിറ്റിൽ വരുന്നതിനും ഹൈ ഡ്യൂട്ടിയാണ്. അപ്പോൾ സദേൺ സൈഡില് ജർമ്മൻ ലീഗില് 1928 ഉണ്ടായതാണ് ബവേരിയയും വെർട്ടൻബർഗും. അതേമാതിരി സെൻട്രൽ ലീഗ് സാക്സണി, ഹനോവർ, തിങ്കേറിയൻ സ്റ്റേറ്റ്സ് ആൻഡ് കൊംബാർഗ് ആൻഡ് ഹാൻസ്. പിന്നെ 1834 പ്രഷ്യ ചേസ് ചെയ്ത് വരുന്നത് ഇനീഷ്യേറ്റീവ് ആണ്. പവർഫുൾ ആയ ജോഗ്രാഫിക് പൊസിഷനിലേക്ക് കൊണ്ടുവരികയും അതിനെ കൺട്രോൾ ചെയ്ത് എല്ലാ ലാൻഡ്സിലും, അതായത് റൈൻ റിവറിന്റെ ലോവർ ലൈൻസിലും ബാക്കിയുള്ള ലാർജർ മാർക്കറ്റ് കസ്റ്റംസിനെ കൺട്രോൾ ചെയ്ത് വരുന്നു. ഈ എല്ലാ സ്റ്റേറ്റ്സിലും എക്സംഷൻസ് ഉണ്ട്. ഹാൻസി ടൗൺസിൽ ഹനോവർ, ഹോൾസ്റ്റൈൻ, മെക്കൽബർഗ്,
ഓൾഡൻബർഗ്, ഇതിലൊക്കെ സൊവേലിയൻ ലെവലില് പ്രഷ്യയില് അവർ 1818 മുതൽ മൈനർ സ്റ്റേറ്റ്സ് ആക്കി മാറ്റുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെയിൽവേസ് ആണ്. റെയിൽവേസിന്റെ ട്രേഡ് എഗ്രിമെന്റ്സ് എങ്ങനെയുണ്ട്? ഡെവലപ്മെന്റ് റെയിൽവേസിനെ വലുതാക്കി എടുക്കുകയും അതിന് ജർമ്മൻ സ്റ്റേറ്റില് വളരെ മേജർ ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുന്നുണ്ട്, പ്രൊഡക്ഷനും ഇന്നോവേഷനും. അതായത് അയൺ ആൻഡ് കോൾ പ്രൊഡക്ഷൻ സിസിലിയ ആൻഡ് റൈൻലാൻഡില്. അപ്പോ ഇവിടെ റെയിൽവേ അലോ ചെയ്യുമ്പോൾ, എക്സ്റ്റൻഷൻ വരുമ്പോൾ ഹോം മാർക്കറ്റ് റീസണബിൾ ആയിട്ട് കണക്ട് ചെയ്തിട്ട്, അതായത് വെൽനെറ്റ് എന്ന് പറയും, കണക്ട് ചെയ്തിട്ട് ഇന്റേണൽ റിവർ സിസ്റ്റത്തിനെ റൈനിലെ ബേസ് ചെയ്തിട്ടുള്ള എൽബി ആൻഡ് ഓർഡറിലൊക്കെ കനാൽ സിസ്റ്റം കണക്ട് ചെയ്തിട്ട് ആ റെയിൽവേ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് 1830. ഇതിന്റെ കൂടെ എക്സ്റ്റെൻസീവായ ഡിസ്കഷൻ നടത്തി സബ്ജക്ട് പ്രഷ്യയിലും സാക്സണിയിലും റെയിൽവേ കൺസ്ട്രക്ഷൻ തുടങ്ങാനും അതിൽ കൂടെ ഈ ഫ്രെഡറിച്ചിന്റെ ലിസ്റ്റിലും ഫ്രെഡറിച്ചിന്റെ വെറ്റർ ആന്റോകോണിസ് ആയിട്ടുള്ള അഡ്വൈസറും കൂടെ പ്രഷ്യൻ കിങ് ക്രിസ്ത്യൻ വോൾഡിയർ. അപ്പൊ പ്രൈവറ്റ് ലൈൻസിൽ കൂടെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഏരിയ ആണ് പ്രഷ്യയില് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ലൈൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ 1838, 40, 41, 43, 48 ലൈൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ റെയിൽവേസിന്റെ വളരെ ബവേരിയയിലും ബേഡനിലും എടുക്കുന്നു. 1850 3660 മൈൽസ് ആണ് ട്രാക്ക് ഓപ്പറേഷനിൽ വരുന്നതും എക്സ്പാൻഷൻ ചെയ്ത് വളരെ വിപുലമായിട്ടാണ് പോകുന്നത്. ഈ സർക്കംസ്റ്റൻസിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാല് ഗ്രോത്ത്, ഫോറിൻ അസിസ്റ്റൻസ്, പുറത്തുനിന്നുള്ള കൺട്രികളുടെ അസിസ്റ്റൻസ്, അതായത് കോളിലും അയണിലും ഇൻഡസ്ട്രികൾ എങ്ങനെയാണ്. ഈ കോൾ സെന്ററിൽ കൂടെ കോൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ് മാനേജർ ആയിട്ടുള്ള റൂർ സഹാർ ഏരിയയിലും അയൺ ഓർ എത്രത്തോളം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും 1838 മുതൽ 50 വരെയും 2000, അതായത് 2,66,000 ടൺസിൽ നിന്ന് 5,45,000 ടൺസിലേക്ക് അവര് മാറ്റുന്നു. കൂടുതലായിട്ട് പറയുമ്പോൾ ഇനി ഇവിടെ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ജോയിന്റ്, അതായത് ബാങ്കിന്റെ ഗ്രോത്ത്, അതായത് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക്സ് എന്ന് പറയും, അതിന്റെ വിപുലമായ ഗ്രോത്ത് എങ്ങനെ വന്നു. ഈ ജർമ്മൻ സ്റ്റേറ്റ്സില് മോഡൽ ആയിട്ടുള്ള ക്രെഡിറ്റ് മൊബിലിയർ ഇൻ പാരീസിന്റെ, അതേമാതിരി സൊസൈറ്റി ജനറൽ ഇൻ ബെൽജിയത്തിലുള്ളതും ഇതിന്റെ അർത്ഥത്തിൽ തന്നെ, അതായത് റിലേ ഓൺ പ്ലൗ ബാക്ക് അല്ലെങ്കിൽ മെർക്കന്റ് ക്യാപിറ്റൽ, കൺസർവേറ്റീവ് ആയിട്ടുള്ള ബാങ്ക് ഹൗസ് കൊണ്ടുവരിക. അവരുടെ പ്രിഫറൻസ് എന്താന്ന് വെച്ചാല് ഗവൺമെന്റിലെ ലെൻഡിങ് മണി ടു ഗവൺമെന്റ് ഓർ ലാൻഡ് ഓണമസ്ഥന്മാർക്കും ഗവൺമെന്റിനും കടം കൊടുക്കുക. ഈ ഫോർമേഷനിൽ കൂടെ ബാങ്ക് ഓഫ് കോമേഴ്സ് വരികയും അതേമാതിരി ഇൻഡസ്ട്രി ഡെവലപ്പ് ആവുകയും പുതിയ മോഡലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഈ ബാങ്കിങ് സിസ്റ്റം മോർട്ടിസ് വോൺ ഹാബൻ എന്ന് പറയും, ബേക്കർ, അതേമാതിരി ഇവരുടെ ഈ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇത് ഫേസ് ചെയ്തത് ഈ വളരെ കഷ്ടമായ ഒപ്പോസിഷനാണ്. റോഡ്സിൽസ്, അതായത് റോഡ്സിൽസ് ഫ്രാങ്ക്ഫർട്ട് സെനറ്റിലുള്ള ആളാണ്. അപ്പൊ ഇവിടെ ഫേസ് ചെയ്തത് ഇവിടുത്തെ പ്രോബ്ലം ഡിസ്കറേജ്മെന്റ് ആണ്. പ്രഷ്യൻ സിവിൽ സർവൻസിനുള്ള ഡിസ്കറേജ്മെന്റ്, അവർക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ല. ബേസിക് ക്യാപിറ്റൽ ആയിട്ടുള്ള പെററീസും അതേമാതിരി സിൻഡിക്കേറ്റുമാണ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. ഗവൺമെന്റ് അണ്ടർടേക്ക് എടുത്തിട്ടുള്ള എക്സ്റ്റെൻസീവായ ഇൻവെസ്റ്റ്മെന്റ് നോർത്ത് ജർമ്മൻ ലോയിഡ് ഷിപ്പിംഗ് കമ്പനി, അത് ഓസ്ട്രിയൻ റെയിൽവേസും സ്റ്റേറ്റ് ലോൺസും ഇതിന്റെ ഫോർമേഷനില് എന്റർപ്രൈസ് ഉണ്ടാക്കി എടുക്കുന്നു. ഇനി അപ്പോൾ ഡിസ്കന്റോ ഗ്രഫീൽഡ് ലീഡർഷിപ്പില് ഡേവിഡ് ഹൗസ്മാനും ലേറ്റർ ആയിട്ടുള്ള ബിസ്മാർക്ക് ബാങ്കറും കൂടി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഇവിടെ പ്രഷ്യയില് ഗവൺമെന്റിൽ കാണുന്നുണ്ട്. പ്രഷ്യൻ കോൺസോർട്ടിസം എന്ന് പറയും. ഇപ്പൊ ബീലൈൻസ് ആയിട്ടുള്ള, അതായത് ഇവർ വന്നിട്ടുള്ള റെയിൻലാൻഡും ബെർലിൻ ബാങ്ക്സും കൂടെ എടുത്തിട്ട് അവര് ലീഡർഷിപ്പ് എടുക്കുകയും ബ്ലിച്ച് ബോർഡറിലും അതായത് കൊളേനിലും മെസേവിയൻ കൊളീകളിലും ഇത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റെയിൽവേസിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തു.
ഇനി ഡ്രൻസ് ബാങ്ക്, അതേമാതിരി ഡോയ്ച്ച് ബാങ്ക്, ഡ്രംസ്റ്റർ ബാങ്ക്, മാഡ്രങ്ക് ഹാൻഡൽസ് ഗ്രാസാർട്ട്, ഇവരൊക്കെ ബാൻഡേജ് ഹാൻഡൽസ് ഗ്രാഫ്സ്കാർട്ട് അവർ ലോക്കൽ മാർക്കറ്റിലേക്കാണ് അവർ ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി ഒരു ഡിഫറെന്റ് സ്കെയിലിൽ വരുമ്പോൾ FW റെഫിസൻ റൂറൽ ബാങ്കിങ് ബാങ്ക്സ് അത് തുടങ്ങിയിട്ടുള്ളത് 1862 അതേമാതിരി ഷർട്സ് ഡെവേഷ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻവോൾവിങ് ഇതിൽ ആർക്കാണെന്ന് വെച്ചാൽ ക്രാഫ്റ്റ്സ്മാനും ഷോപ്പ് കീപ്പേഴ്സിനും. അത് ഓപ്പറേറ്റ് ചെയ്തത് പ്രൈമറി ലെവലിലായിട്ട്, പ്രൈമറി ഇനീഷ്യൽ സ്റ്റേജിൽ വൊട്ടൻബർഗും സൗത്ത് ജർമ്മനിയിലാണ് അത് തുടക്കം കുറിക്കുന്നതും അവിടുന്ന് വളരുന്നതും. ഇനി അതെങ്ങനെയാണ് വളരുന്നതെന്ന് നോക്കാം. അതായത് 1871 ശേഷമുള്ള വളർച്ച. ഈ ജർമ്മൻ എംപയർ 1871 വളർന്നു വരുമ്പോൾ സ്റ്റഡി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഫോളോ ചെയ്യുന്നത് 1852 ബൂമാണ്. അതിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പേയ്മെന്റ് ഇൻഡെമിനിറ്റി കൊടുക്കുക. ഫ്രാൻസിന് 1870 വരുന്ന ഇൻഡെമിനിറ്റി കൊടുക്കുക. ഹൈ ലെവൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതിനെ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിൽ കൂടെ സോൾവറിൻ കൂടെ എടുക്കുക. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർ നോട്ട് ചെയ്തത്, അതായത് 1870-74 കാലഘട്ടങ്ങളിൽ. പിന്നെ ഇതിന്റെ സ്ലംബ്, ഇവിടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുന്നു 1873. അതിൽ കൂടെ എഫക്റ്റ് ആവുന്നത്, ജനറലായിട്ട് എഫക്റ്റ് ആവുന്നത് USA ഗുണ്ടർചെക്കാണ്. ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇക്കണോമിക് എക്സ്പാൻഷനും ഇതിൽ കൂടെ ലാസ്റ്റ് ചെയ്തിട്ടുള്ള 1879 ഡിമാൻഡ്, റെയിൽവേ എക്യുപ്മെന്റിന്റെ ഒരു ഡിമാൻഡ്, അതിൽ കൂടെ തോമസ് ഗിൽബർട്ട് സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സിൽ അലോ ചെയ്തിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫോസ്ഫറിക് അയൺ ഓർ റിസോഴ്സും ഇതിൽ കൂടെ ലീഡിംഗ് ആയിട്ട് വരുന്നത് മേജർ പീരീഡ് ഓഫ് ഗ്രോത്ത് വന്നപ്പോൾ ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഔട്ട്പുട്ട് ജർമ്മൻ ഇൻഡസ്ട്രി കൂടി 1870 തുടങ്ങി 1913 വരെ. അതിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ഏതാണെന്ന് നോക്കാം. എത്ര പെർസെൻറ്റേജ് ആണ് അവരുടെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. മെറ്റൽ പ്രൊഡക്ഷനിൽ 5.7%, അയൺ മാനുഫാക്ചറിൽ 5.9%, സ്റ്റീൽ മാനുഫാക്ചറിൽ 6.3%, മെറ്റൽ വർക്കിംഗിൽ 5.3%, കെമിക്കൽസിൽ 6.2%, ടെക്സ്റ്റൈൽസിൽ 2.7%, ക്ലോത്തിങ്ങും ലെതർ വർക്കിങ്ങിലും 2.5%, ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി ഇതിൽ 9.7% വർധനവ് കാണുന്നത്. ഇതിൽ കൂടെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ജോയിന്റ് സ്റ്റാക്ക് ബാങ്കിങ് കൺസേണിൽ അവർ എൻകറേജിങ് ഫോഴ്സ് കൊടുക്കുകയും ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ നടത്തുകയും ഇൻഡ്യൂസ് ചെയ്ത്, അതായത് മാനുഫാക്ചറേഴ്സിന് കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക കാർട്ടൽസിൽ, സിൻഡിക്കേറ്റ്സിന് അവർക്കുള്ളിൽ തന്നെ ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എഗ്രിമെന്റ്സ് ഓൺ പ്രൈസിങ് ആൻഡ് പ്രൊഡക്ഷൻ പോളിസി കൊണ്ടുവന്നു. പിന്നെ ഇതിന്റെ കൂടെ തന്നെ റിലേഷൻസ്, അതായത് പ്രഷർ അതർ സർക്കംസ്റ്റൻസിൽ എത്രത്തോളം പ്രഷർ ചെയ്യാം. ജർമ്മൻ സ്റ്റീൽ വർക്ക്സ് അസോസിയേഷൻ ഫോം ചെയ്തത് 1904. ഇനി അതിൽ റെഗുലേറ്റ് ചെയ്ത പ്രൈസസ് കൊണ്ടുവരുന്നു, പ്രൊഡക്ഷൻ മേജർ സ്റ്റീൽ കമ്പനീസ് കൊണ്ടുവരുന്നു, നമ്പർ ഓഫ് ബാക്കിയുള്ള അസോസിയേഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്ത് വരികയാണ്. ഇപ്പൊ ഇവിടുത്തെ സക്സസ് എന്താന്ന് വെച്ചാല് ഈ ജർമ്മൻ ഇൻഡസ്ട്രീന്റെ പീരീഡിൽ, ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ലാർജർ ബാങ്ക്സ് ഉണ്ടാക്കി എന്നതാണ് അതാണ് അവരുടെ സക്സസ്. ഈ ബാങ്കിന്റെ മൊബിലൈസേഷൻ ഫണ്ട് ഉണ്ടാക്കാനും എക്സ്പാൻഷൻ ഇൻഡസ്ട്രിക്കും ഹെൽപ്പ് ചെയ്യുന്നു. ബാങ്കിങ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇന്റർവെൻ ചെയ്ത് വരുന്നത് പോളിസി ഫോർമുലേഷൻ ആണ്. പോളിസി ഫോർമുലേഷൻ റെപ്രസെന്റേറ്റീവ്സ് വഴി വരുന്ന മേജർ കമ്പനീസിന്. പിന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഇവിടെ റിലേഷൻ എന്താന്ന് വെച്ചാൽ മിനിമൈസിങ് ദ കോമ്പറ്റീഷൻ, ഡയറക്റ്റിംഗ് പ്രൊഡക്ഷൻ വിത്ത് ഫേംനെസ്. അതേമാതിരി തന്നെ ജർമ്മൻ ഇൻഡസ്ട്രീനെ ഡിസൈസീവ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഏരിയയിലേക്ക് കൊണ്ടുവരിക. ഇതിന്റെ ഡ്രോബാക്ക് ഹവർ എത്രയെന്ന് വെച്ചാൽ ഡെസ്പറേറ്റ് ലേബർ, അതായത് ലേബറിന്റെ പ്രശ്നം ഫേസ് ചെയ്തത് നെഗോഷിയേഷൻസിൽ കൂടിയാണ്. അപ്പൊ ഈ സ്കോളേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഒരു വയലൻസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റില് അഗ്രവേറ്റ് ആയ ക്ലാസിക്കൽ ടെൻഷൻസ് വന്നു കഴിഞ്ഞാൽ അത് കൺട്രീനെ ബാധിക്കും.
അപ്പോൾ അണ്ടർ വിൽഹം സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ ദ ഇമ്പീരിയൽ ഗവൺമെന്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് കർബ് ചെയ്യുന്ന പവേഴ്സിനെയാണ്. ഫൈനാൻസ് ക്യാപിറ്റൽ, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ, അതിന്റെ കൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ എക്കണോമിക് ആക്ടിവിറ്റിയിലും മാനേജ്മെന്റിലും. അപ്പൊ ഈ സോൾ മെഷേഴ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇവർ 1914 വന്നതൊക്കെ ഒരു ഫെയിലിയർ ആയിപ്പോയി. എന്നാലും ഗവൺമെന്റ് അബോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹെർബീനിയൻ കൺസേൺ എടുക്കുകയും അതിനെ ഡിസൈഡ് ചെയ്ത് ഡിഫീറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് വേണ്ടി അവർ ചെയ്യുന്നു. റിസൾട്ട് എന്താ വരുന്നത് വെച്ചാൽ ടൈം ഓഫ് ഔട്ട് ബ്രേക്ക്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഔട്ട് ബ്രേക്ക് ടൈമിലാണ് അവിടെ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതും അതേമാതിരി റെസൊല്യൂഷൻസ് പാസ്സാവുന്നതും. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് റോളാണ്. ഓരോ സ്റ്റേറ്റിന്റെയും റോള് റഷ്യൻ ഇൻഡസ്ട്രിയലൈസേഷനില് സ്റ്റേറ്റിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം റഷ്യയില് 1890 വരുന്നു. ഇതിന്റെ കൂടെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ റഷ്യയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ എത്തുന്നത്. അപ്പൊ ഈ ലേറ്റ് ആയിട്ട് വരുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ റഷ്യക്ക് ബെനിഫിറ്റ് എന്താണ് ബെനിഫിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അവർക്ക് ഒറിജിനേറ്റിംഗ് ഇൻഡസ്ട്രിയൽസ് ബോറോ ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അടുത്ത കൺട്രിയിൽ നിന്ന് ബോറോ ചെയ്യാൻ പറ്റും. 19ാം നൂറ്റാണ്ടിലെ മധ്യഭാഗത്ത് പ്രോബ്ലംസ്, അതായത് മെയിൻ പ്രോബ്ലം റഷ്യക്ക് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത് വലിയ യൂറോപ്യൻ പവറിന്റെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ്, സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ റഷ്യൻ ഇൻഡസ്ട്രിയലൈസേഷന്റെ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ കോംപ്ലിക്കേഷൻസ്, അതായത് പലവിധമായ സോവിയറ്റ് പീരീഡില് അവർ ഫേസ് ചെയ്യുന്നു. ബാക്ക്വേർഡ്നെസ്, റഷ്യയുടെ ഇക്കണോമിക് ലെവലും സോഷ്യൽ ലെവലും ലെജിസ്റ്റിമേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇന്റർവെൻഷനും ബാക്കിയുള്ളതിന്, അതായത് യൂറോപ്പിലുള്ള ബാക്കിയുള്ളതിനെ അന്വേഷിച്ച് വരുമ്പോൾ കൂടുതലാണ്. ഇവിടെ പ്രയോറിറ്റി അടുത്ത് ഷോർട്ട് ലീവ് ആയിട്ടുള്ള സാർ പീറ്റർ ദ ഗ്രേറ്റ് 1689 മുതൽ 1725 വരെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ സെൽഫ് മാൻഡ് ഫാക്ടറീസ് ഉണ്ടാക്കുകയും പ്രൊവിഷനും മിഷനറിക്ക് ആമിനൊക്കെ വേണ്ട സഹായ ചേരുങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അഭിപ്രായം. ഇനി ഇതിവിടെ നമ്മൾ കാണുന്നത് ഒരു അരിസ്റ്റോക്രസി, അതായത് പ്രഭുക്കന്മാർക്ക്, ലാൻഡ് ഓൺ ചെയ്ത പ്രഭുക്കന്മാർക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ഇന്നോവേഷൻ 1890 ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക് ഇൻവെസ്റ്റ്മെന്റ്, കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 19ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം തുടങ്ങി സ്റ്റേറ്റ് ഫോക്കസ് ചെയ്തത് 4 ഇഷ്യൂസ് ആണ്. ആ 4 ഇഷ്യൂസ് എന്താന്ന് വെച്ചാൽ ആദ്യം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ കൂടെ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ചെയ്തത് ബഡ്ജറ്റ് ബാലൻസ് ചെയ്യും, റവന്യൂവും എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു. പിന്നെ ചെയ്യുന്നത് 4 ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വരുന്നത് കറൻസിയാണ്. കറൻസിയുടെ സ്റ്റെബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, അതായത് എത്രത്തോളം വാല്യൂ ഉണ്ട് പുറത്തുനിന്നുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് പറയുമ്പോൾ ബാലൻസ് ചെയ്യാണ് ട്രേഡ്, അതായത് പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും, ഇമ്പോർട്ട് എക്സ്പോർട്ടിനെയും ഒരു ബാലൻസ് ചെയ്യുന്നു. നാലാമതായിട്ട് പേയ്മെന്റ്, അതായത് ബാലൻസ് പേയ്മെന്റ്, ലോൺസിന് കൊടുക്കുന്ന ബാലൻസ് പേയ്മെന്റ്. ഇങ്ങനെ ബഡ്ജറ്ററി സിസ്റ്റം, ബഡ്ജറ്റ് കൊണ്ടുവന്നിട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടറിയിൽ കൂടെയും അവർ ഇൻഡസ്ട്രിയലൈസേഷൻ വരുത്തിക്കാണ്. സൗണ്ട് ആയിട്ടുള്ള ഒരു കറൻസി എസെൻഷ്യൽ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഫോറിൻ ക്യാപിറ്റലിന്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ് ഓഫ് ട്രേഡ് വേണം, അല്ലെങ്കിൽ മാത്രമേ ഇമ്പോർട്ട് ടെക്നോളജി എക്സ്പോർട്ട് ടെക്നോളജിയും ശരിയാവില്ല. ഫൈനലായിട്ട് നോക്കുമ്പോൾ റഷ്യയുടെ ഇന്റർനാഷണൽ പ്രസ്റ്റീജ്, അതിനെ പേയ്മെന്റിൽ എത്രത്തോളം പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കടനുണ്ട്, അതിൽ എത്രത്തോളം പുറത്തുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിലും ഒരു കണ്ണ് വേണം. റഷ്യ എൻജോയ് ചെയ്തത് ബെനിഫിറ്റ് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോയിങ് പോപ്പുലേഷനും അതേമാതിരി റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് കൂടെ. അപ്പൊ അത് ചെയ്ത് അവര് ഇൻഡസ്ട്രി ബൾക്ക് സ്റ്റേറ്റ് ഓർഡേഴ്സ് കൊണ്ടുവരാണ് ബൾക്ക് ഇൻഡസ്ട്രിയിലും ഗ്രാൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളിൽ. പിന്നെ ടാരിഫ് ഒക്കെ കുറച്ച് റിലേറ്റീവ് ആയിട്ട് റഷ്യയില് 1850 മുതൽ 70 വരെ ഈ കാലഘട്ടത്തിൽ പീരീഡില് ടാരിഫ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ട് റോസ് കൂടുതലാവും. അതേമാതിരി എക്സ്പാൻഷൻ, അഗ്രികൾച്ചറൽ എക്സ്പോർട്സ് നടത്തുക,
റഷ്യക്ക് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു, കുറച്ചിലുണ്ടായിരുന്നു. അതായത് വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് എക്സീഡ് ദ ഇമ്പോർട്ട് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്, അത് കയറ്റുമതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇറക്കുമതി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഡെഫിസിറ്റ് അവിടെ കാണുന്നുണ്ട് 1860-70 കാലഘട്ടങ്ങളിൽ. ഇതിന് അവര് ടാരിഫിനെ ലോ ആക്കി റഷ്യ സ്റ്റിമുലേറ്റ് ചെയ്തത് ലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. ആ ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് വരുമ്പോൾ കോട്ടൺ ടെക്സ്റ്റൈൽസ്, പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഡിമാൻഡുള്ള ഹെവി ഇൻഡസ്ട്രീസിനെ ഒന്ന് ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ 1877 മുതൽ 77, 1881, 84, 85, 87 ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി റേസ് ആക്കി. എന്നിട്ട് അതിന്റെ മെറ്റലർജിക്കലും, അതായത് റേസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അതിന് മെറ്റലർജിക്കലും മൈനിങ് ഇൻഡസ്ട്രീനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഇൻട്രസ്റ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ലേസ് ചെയ്ത്. ഇനി ജർഗോവിയൻ മോഡൽ, ഈ അലക്സാണ്ടറിന്റെ റഷ്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ സമയത്ത് ഒരു പുതിയൊരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തു റഷ്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ, പർട്ടിക്കുലർലി ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഉള്ള ആ ഭാഗത്ത്. ഇതിൽ മോഡൽ റിജക്ട് ചെയ്തത് ഐഡിയ, പ്രോസസ് ഡെവലപ്മെന്റ് ചെയ്തത് ലീഡർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി കൺട്രി അല്ലെങ്കിൽ ഫോളോവർ നേഷൻസ്. ഇതിൽ കൂടെ പ്രീ റിക്വസ്റ്റിക്സും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഡിഫർ ചെയ്തു വരികയാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഐഡിയോളജിക്കൽ ഇൻഡസ്ട്രിയൽ ഡിസ്റ്റിങ്ഷൻസ് വരുമ്പോൾ പ്രോസസ്സിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള നാഷണൽ സെറ്റിങ്സ് വരുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ റിലേറ്റീവ് ആയിട്ടുള്ള ഡിഗ്രി, എത്രത്തോളമാണ് ബാക്ക്വേർഡ്നെസ് ഉള്ളത് അതനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ കൊണ്ടുവരുന്നത്. ഈ ഡിഫറൻസസ് എത്രത്തോളം അക്കോർഡിംഗ് നോക്കുമ്പോൾ ഡിഫറൻസസ് എത്രത്തോളം ഉണ്ടോ അതാണ് ഡിറ്റർമിൻ ചെയ്യുക. വേരിയേഷൻസ് എത്രത്തോളം പെട്ടെന്നുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് അതിലാണ് കൂടെയാണ് നോക്കുന്നത്. ഇതിന്റെ കൂടാണ്ട് റിലേറ്റീവ് ആയിട്ടുള്ള കൺട്രിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, സ്റ്റാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ എന്തായിരുന്നു, കോഴ്സിൽ എന്തായിരുന്നു, ക്യാരക്ടർ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നോക്കി വേരി ചെയ്ത മോഡലിലേക്ക് കൊണ്ടുവരുന്നു. മോർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോഴും സഡൻ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരുമ്പോഴും റിലേറ്റീവ് ആയിട്ടുള്ള ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് മാനുഫാക്ചേർഡ് ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ട്. റഷ്യയില് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ലോ ബേസിലാണ് പോകുന്നത് 1890. അതിനുശേഷം ഡിക്ലൈൻ ചെയ്ത, അതായത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത ഹയസ്റ്റ് റേറ്റ്സിൽ വേൾഡിലേക്ക് എത്തുന്നുണ്ട്. ഇതിന്റെ കൂടെ ബാക്ക്വേർഡ് കൺട്രിയായ പ്രൊനൗൺസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ബിഗ്നസ് ഓഫ് പ്ലാന്റ് ആൻഡ് എന്റർപ്രൈസ് 1900 റഷ്യ മോസ്റ്റ് ആയിട്ട് ഹൈലി എക്കണോമി കോൺസെൻട്രേറ്റ് ചെയ്ത എക്കോണമി ആയിപ്പോയി ആ കാലഘട്ടങ്ങളിൽ. അതിന് മാത്രമല്ല ഇവര് ലാർജർ ആയിട്ടുള്ള എന്റർപ്രൈസസ് കൊണ്ടുവരികയും ഷെയർ ഔട്ട്പുട്ട് എത്രത്തോളം വരുന്നു, ലേബർ എത്രത്തോളം വരുന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഈ ബാക്ക്വേർഡ് കൺട്രീന്റെ പ്രൊനൗൺസ് ചെയ്തിട്ടുള്ള സ്ട്രെസ് പ്രൊഡ്യൂസറും കൺസ്യൂമർ ഗുഡ്സും എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതിൽ കോട്ടൺ ഇൻഡസ്ട്രിയില് വളരെ എമിനന്റ് ആയ കോട്ടൺ ഇൻഡസ്ട്രിയാണ്. അതാണ് ലാർജസ്റ്റ് സിംഗിൾ ഇൻഡസ്ട്രി ആയിട്ട് പ്രീ റെവല്യൂഷണറി റഷ്യൻ ടൈമിൽ കാണുന്നത്. സ്റ്റേറ്റ് അറ്റൻഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഫേവർ ചെയ്തിരുന്നത് മൈനിങ്ങിനെയും മെറ്റലർജിക്കൽ ബ്രാഞ്ചസിലാണ് ഇൻഡസ്ട്രീന്റെ 1880 മുതൽ 1913 വരെ. ഇനി അതിനുശേഷം മോസ്റ്റ് ബാക്ക്വേർഡ് ആയിട്ട് കൺട്രിയായ ബാക്ക്വേർഡ് കൺട്രീന്റെ ഹെവി പ്രഷർ വരുന്നത് കൺസംഷൻ ലെവലില്. അവരുടെ പോപ്പുലേഷൻ എത്രയുണ്ടോ എത്രത്തോളം ഉപയോഗിക്കുന്നു കൺസംഷൻ ലെവലിലാണ് വരുന്നത്. 1890 സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ വന്നിട്ടുള്ളതിൽ ബേസിക്സിൽ വരുമ്പോ ഹൈ ഇൻഡയറക്റ്റ് ടാക്സസും ഇതിൽ കൂടെ എക്സ്പോർട്ട് ഓഫ് ഗ്രെയിൻ പുറത്തേക്ക് എത്രത്തോളം പോകുന്നുണ്ട്, അതേമാതിരി റിലേറ്റീവ് ആയിട്ട് നെഗ്ലക്ട് ചെയ്തിട്ടുള്ള സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഏരിയാസ് ഏതൊക്കെയാണ്, ഹെൽത്ത്, ഹൗസിംഗ് ആൻഡ് സ്കൂൾസ്, പിന്നെ
ടാക്സസ്, ലോക്കൽ ഫെസിലിറ്റീസിനുള്ള ടാക്സസ് അഫക്ട് ചെയ്യുന്നത് കർഷകരെയും വർക്കേഴ്സുമാണ്. അപ്പൊ അവരുടെ കൺസംഷൻ ഇൻഡസ്ട്രിയൽ എസെൻഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എത്രത്തോളമാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗ്രേറ്റർ കൺട്രിയിൽ നോക്കുമ്പോൾ പ്ലേ ചെയ്തു വരുന്നത് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നാസെറ്റ് എത്രത്തോളം പെർസെൻറ്റേജ്, എത്ര ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്നു, ബെറ്റർ ഇൻഫർമേഷൻ, അതായത് ഇൻഫോം ചെയ്തിട്ടുള്ള എന്റർപ്രണൽ ഗൈഡൻസ് എന്തൊക്കെയാണ്, ഈ ഗോർഷൻ ആ കാലഘട്ടത്തിൽ കണ്ടിന്യൂ ബാക്ക്വേർഡ് കൺട്രി ആയിരുന്നോ, ഇത് പ്രൊനൗൺസ് ചെയ്തല്ല എത്രത്തോളം നിർബന്ധത്തോളം ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി റഷ്യൻ ഇൻഡസ്ട്രിയലൈസേഷനിൽ അക്കമ്പനി ചെയ്ത് വരുന്നത് ഒരു ഗ്രോത്ത് ആണ്, ഓവർ ഗ്രോൺ സ്റ്റേറ്റ്. അതിന്റെ ഡോമിനേഷൻ മുഴുവനും ഫൈനാൻസ് മിനിസ്ട്രിയാണ്. ഫൈനാൻസ് മിനിസ്ട്രി ഇവരെ എക്സീഡ് ചെയ്ത് വരുന്നു എത്രത്തോളം ഇൻഡസ്ട്രിയൽ വേൾഡിലേക്ക് എന്നുള്ളത്. ഇവരുടെ നിർബന്ധവും ഇവരുടെ പ്രിമിറ്റഡ് പാറ്റേൺസ് ഓഫ് വർക്കും കാരണം ഇതിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗ്രിവൻസസ് വരുന്നത് മുഴുവനും കർഷകർക്കും ഫാക്ടറി വർക്കേഴ്സിനും ഒരേമാതിരി വരുന്നു. അപ്പോൾ ബാക്ക്വേർഡ് കൺട്രി ആയ അഗ്രികൾച്ചർ എവിടെയാണ് വന്നത്? അഗ്രികൾച്ചറിലാണ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള റോള് വരുന്നത്. അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സിൽ ഓഫറിങ് ചെയ്തു വരുമ്പോൾ ഇൻഡസ്ട്രി ഗ്രോയിങ്, ഇന്റേണൽ മാർക്കറ്റ് ബേസിസ് ഉള്ള പ്രൊഡക്ടിവിറ്റി ഉള്ള ലേബർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിസർച്ചിനെ പറ്റിയാണ്. ആ റിസർച്ചിൽ കൂടെ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? റിവൈസ് ചെയ്യാനും ക്വാളിറ്റി പ്രപ്പോർഷൻസ് കൊണ്ടുവരാനും പെർ ക്യാപിറ്റ ഗ്രോത്ത് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൽ കൊണ്ടുവരാനും ഒക്കെയാണ് നിർബന്ധിക്കുന്നത്. അപ്പോൾ 1880-ലും 90-ലും ഈ അഗ്രികൾച്ചറൽ ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആവുന്നു. അതായത് 75% ഇൻഡസ്ട്രിയൽ റേറ്റിനെ കാട്ടി അത് കൂടുതലാവുന്നു. 1905 സ്റ്റോൾഫിൻ റിഫോംസ്, അതായത് ഇൻഡിവിജ്വൽ ഫാമിങ്ങിനെയാണ് സ്റ്റോൾഫിൻ റിഫോംസ് എന്ന് പറയാ. ഗ്രോയിങ് മൈഗ്രേഷൻ, ഇത് കാരണം ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി സൈബീരിയക്ക്. ജനറേറ്റഡ് മൈഗ്രേഷൻ വന്നപ്പോൾ അവിടെ ബെറ്റർ ഇൻകം, ബെറ്റർ മാർക്കറ്റിംഗ്, റൈസിങ് ആയിട്ടുള്ള ഫാം കൺസപ്ഷൻ, അതേമാതിരി ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ പാറ്റേണിൽ പലതരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നു. അഗ്രികൾച്ചർ അതിനെ പെർഫോമിംഗ് പ്രോഗ്രസീവ് ആയിട്ടുള്ള കോംപ്ലിമെന്റ് ഫോർ ഇൻഡസ്ട്രി ആയിട്ട് 1800-900 അത് മാറുന്നു. പിന്നെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ വരുന്നത് പ്രസൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. വേറൊരു സാധനം, കോമ്പൻസേഷൻ ഫോർ ആബ്സെന്റ് ആയ എസെൻഷ്യൽ ക്രോപ്പിന് പകരം, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ പകരം, അത് ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ. റഷ്യ സ്റ്റേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫാക്ടേഴ്സ് മിസ് ചെയ്തുള്ള സാധനങ്ങൾ ഷോർട്ട് ആയിട്ടുള്ള സപ്ലൈക്ക് ഉള്ളതൊക്കെ അവർ കൊടുക്കുക. ഇനി ഇതിന്റെ കൂടെ പെർഫോം ചെയ്യുന്ന റോള്, അതായത് സ്റ്റേറ്റിന്റെ ഓരോ റോളും ഓരോ ഇൻഡിവിജ്വലും എത്രത്തോളമാണോ പ്ലേ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ, അതേമാതിരി ഇവിടെ പ്ലേ ചെയ്യുന്നത് ലാർജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ബാങ്കുകൾ, ജർമ്മനിയിലുള്ള ബാങ്കുകൾ ലാർജ് ഇൻവെസ്റ്റ്മെന്റ്സ് അവർ കളിക്കുന്നു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റിന്റെ റോൾ ഓഫ് സ്റ്റേറ്റിന്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള ടെൻഷനും ഇമാനേറ്റ് ആയിട്ടുള്ള റഷ്യന്റെയും യൂറോപ്യൻ റൈവൽസിലേക്കും കൊണ്ടുവരുന്നു. സ്റ്റേറ്റിന്റെ റഷ്യ ഇതിൽ പല വിധത്തിലാണ്, പല വേരിയസിലാണ് ഇവർ ചെയ്യുന്നത്. റിമെയിൻ ചെയ്യുന്നത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പായ എന്താ പറയാ അയൺ ആൻഡ് സ്റ്റീൽ, അതിനെയാണ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സ്മോൾ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ് ഓർഡേഴ്സ് കൊടുക്കുന്നു. 1919 കൂടുതലായ നമ്പറും റിസോഴ്സും സ്റ്റേറ്റ് ബാങ്ക് ഓവർഷോഡ് പവർ, പ്രൈവറ്റ് ബാങ്കിനെക്കാട്ടിലും കൂടുതലായിട്ട് സ്റ്റേറ്റ് ബാങ്ക് അവരെ ഓവർഷോ ചെയ്യാണ്. ഇനി ഇതിൽ കൂടെ ഷോർട്ടേജ് വരുന്ന ബാങ്ക് ക്രെഡിറ്റ്, അതേമാതിരി സ്റ്റേറ്റ് സപ്ലൈ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് സെലക്ട് ചെയ്ത എന്റർപ്രനേഴ്സിനാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിൽ ഈ ഡെഫിഷ്യൻസി ഏതെങ്കിലും സ്മോൾ ആൻഡ് വളരെ പാവപ്പെട്ട തരത്തിലുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇമ്പോർട്ടിന്റെ ഫോറിൻ ക്യാപിറ്റലും സ്കിൽസും ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത്
ഈ പ്രൈവറ്റ് എന്റർപ്രൈസസ് ആരാണോ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ റിസോഴ്സസ് റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ സൈസും അർജൻസി ഓഫ് ദ ടാസ്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ സ്റ്റേറ്റിന്റെ സ്വന്തമായിട്ടുള്ള സ്റ്റിഫിളും പ്രൈവറ്റ് ക്യാപിറ്റലിസം കൂടെ തലയിടുന്നു. റിവിഷൻ ചെയ്തിട്ട് ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നത് എന്താണ്ട് ഗവൺമെന്റ് അൺവില്ലിംഗ് ആവുന്നു. കുറച്ച് കഴിയുമ്പോൾ ഗ്രോയിങ് പ്രൈവറ്റ് ബിസിനസ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് റെഗുലേഷനിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് അത് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് മോഡൽ അതായത് സ്റ്റേറ്റിന്റെ ആക്റ്റീവായിട്ടുള്ള റോൾ ഡെമിനിഷ് ചെയ്ത് കൊണ്ടുവരുന്നു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ. അതേമാതിരി മൊമെന്റം കൊണ്ടുവരുന്നു. എക്സ്പാൻഡ് ചെയ്യുന്ന നോൺ സ്റ്റേറ്റ് എന്റർപ്രൈസിലേക്കും ക്യാപിറ്റലിലേക്കും കൊണ്ടുവരുന്നു. പിന്നെ 1900 ശേഷം കൺസിഡറബിൾ ആയിട്ട് ലെസ് റിലയന്റ് വരുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് ഓർഡേഴ്സിലും റെയിൽവേ എക്സ്പാൻഷൻസിനും പഴയതുണ്ടായതിനെക്കാട്ടിൽ കുറയുന്നു. ബാങ്ക്സ് അസ്യൂം ചെയ്യുന്നു വലിയ റോള്. ഇൻവെസ്റ്റ്മെന്റ് സോഴ്സസ് അതേമാതിരി അസ്യൂം ചെയ്യുന്നു. ഷെയർ ലൈറ്റ് ഇൻഡസ്ട്രീസിന്റെ ഷെയർസ് ഇൻക്രീസ് ചെയ്യുകയും അതേമാതിരി മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് കൂടുകയും ചെയ്യുന്നു. പിന്നെ പെർ ക്യാപിറ്റ കൺസംഷൻ എത്രത്തോളം കൺസംഷൻ ചെയ്യുന്നു അത് ബേസിക് ആയിട്ട് നിൽക്കുന്നു. 1910 ഇൻഫ്ലോ ഫോറിൻ ക്യാപിറ്റൽ റഷ്യൻ ഇൻഡസ്ട്രിക്ക് കൊണ്ടുവരുന്നതും അതേമാതിരി തന്നെ ബാങ്കിങ് താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻഡസ്ട്രിയൽ ട്രെൻഡ് എങ്ങനെ വരുന്ന 1960 മുതൽ 90 വരെയുള്ളതാണ് പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് വന്നു. ആ റെയിൽവേ എക്സ്പാൻഷൻ നെറ്റ്വർക്ക് കൊണ്ടുവന്നു. 1873 വളരെ റഷ്യൻ എക്കോണമി ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൈസിസ്, അത് ഓവർ പ്രൊഡക്ഷന്റെ കാരണം കൊണ്ട് വില കുറയാൻ തുടങ്ങി, വില താഴാൻ തുടങ്ങി. അതേമാതിരി വളരെ ഫെയിലിയർ ഇൻഡസ്ട്രീസും ബാങ്ക്സും പൊട്ടിപ്പോകാൻ തുടങ്ങി. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇവര് ഈ ക്രൈസിസിംഗ് ആയ എഫക്റ്റീവ് ആയിട്ടുള്ള അയണ്, സ്റ്റീല്, ഫ്യൂവല്, കണ്ടംപററി ഇതിനൊക്കെ ട്രേസ് ചെയ്തപ്പോ കൊന്നു വന്നപ്പോഴത്തേക്കും റെയിൽവേ കൺസ്ട്രക്ഷൻ കുറഞ്ഞു. ഈ കൺസ്ട്രക്ഷനിൽ കൂടെ ഇത് അഫക്ട് ചെയ്തത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള കൺസ്യൂമർ ഇൻഡസ്ട്രീസിനാണ്. അപ്പൊ ഇമ്പോർട്ടൻസ് ആയത് കർഷകന് കൊടുത്തിട്ടുള്ള ഹൈലൈറ്റ് ചെയ്ത ഷ്രിങ്കിങ് മാർക്കറ്റ്സ് കൂടെ ഈ പുവർ ആയിട്ടുള്ള ഹാർവെസ്റ്റും അതേമാതിരി ഭക്ഷ്യക്ഷാമം ഫാമിനും വരുന്നു 1870 അതിന് ഫസ്റ്റ് ഹാഫില്. അതിനുശേഷം 877 റഷ്യ ടർക്കിഷ് വാർ വന്നു. ഈ ടർക്കിഷ് വാർ വന്നപ്പോഴത്തേക്ക് അതിനെ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് വരുന്നത് മിലിറ്ററി ഓർഡേഴ്സ് ആണ്. അപ്പോൾ നല്ല ഹാർവെസ്റ്റ് 1878 1879 അത് നല്ലൊരു വരുമാനം, നല്ലൊരു ഹാർവെസ്റ്റ് കിട്ടുന്നു. അതിൽ കൂടെ അവരുടെ റെക്കോർഡ്, അതായത് ധാന്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അവർക്ക് ഒരു കയറ്റം കാണാൻ പറ്റും. ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് താഴാൻ തുടങ്ങി 1882 മുതൽ 85 വരെ. ഇവിടെ വേറൊരു റിസഷൻ അറ്റാക്ക് ചെയ്യുന്നത് 1890 മുതൽ എഫക്റ്റ് ആയിട്ട് വരുന്നത് ഹാർവെസ്റ്റ് ഫെയിലിയർ ആണ്. അഗെയിൻ പിന്നെയും ഒരു വളർച്ച ഇല്ലായ്മ അല്ലെങ്കിൽ വരവ് ഭക്ഷ്യക്ഷാമം വരുന്നു 91. ഈ ക്രോപ്പ് ഫെയിലിയർ ആകുമ്പോൾ ക്രൈസിസ് വളരെ പ്രോംപ്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഡിക്ലൈനിങ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റിൽ റെയിൽവേസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ക്രെഡിറ്റ് വേണ്ട. വെസ്റ്റേൺ യൂറോപ്പിൽ ഈ ക്രൈസിസ് 1880 അവര് ഫേസ് ചെയ്യുന്നു. ഇതിന്റെ കൂടെ ഇവരുടെ സ്ലോവർ റേറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഫോർമേഷൻ, പുതിയതായിട്ടുള്ള ന്യൂ ഷെയർ ഹോൾഡിങ്ങോ ക്യാപിറ്റലിലോ റെയിൽവേ നെറ്റ്വർക്കിലോ അതേമാതിരി ക്ലോസ് ഓഫ് ഫാക്ടറീസിലോ ഇതെല്ലാം അവസാനം വന്ന് റിസൾട്ട് ആവുന്നത് വളരെ വളരെ വലുതായ ഒരു മാസ് അൺഎംപ്ലോയ്മെന്റിലേക്കാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിൽ കൂടെ നമ്മൾ ഡബിൾ ചെയ്തെടുത്ത് 62 1862 82 ഡബിൾ ചെയ്തത് ആവറേജ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 1860-90 കോളിന്റെ ഔട്ട്പുട്ട് വളരെ ലീപ്റ്റായ പെർസെൻറ്റേജ് കാണിച്ചിരുന്നു. അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷനും അതേമാതിരി പെട്രോളിയം എക്സ്ട്രാക്ഷനും ഡബിളായി. റെയിൽവേ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ആയി. അതേമാതിരി ഇൻഡസ്ട്രിയൽ ലേബർ ഫോഴ്സ് ഡബിളായി 1860-90. ഇതിനുശേഷം 1880 ഏർലി ആയ 90 എക്കണോമിക് കണ്ടീഷൻസിൽ റഷ്യയിൽ റൈപ്പ് ചെയ്ത് വരുന്നത് റിവൈവലാണ്.
മെറ്റലർജി, കോൾ മൈനിങ്, ഓയിൽ പ്രൊഡക്ഷൻ, ഇതൊക്കെ കോട്ടൺ മെക്കനൈസേഷൻ ആണ്. കോട്ടൺ പ്രൊഡക്ഷനും റിവൈവ് ചെയ്യുന്നു. റിവൈവൽ വരുന്നത് റെയിൽവേയിലും കൂടുതലായിട്ട് സ്പ്രിംഗ് ബോർഡും ഇൻഡസ്ട്രിയൽ സ്പോർട്ടും കൊണ്ടുവരുന്നു. ഇതിൽ കൂടെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട് ഗവൺമെന്റ് ഫീച്ചേഴ്സ്. ഒന്ന് ഗവൺമെന്റ് പോളിസി, അതായത് ഇൻഡസ്ട്രിയലൈസേഷനിലേക്കുള്ള ഗവൺമെന്റ് പോളിസി ഒന്ന്. രണ്ടാമത് പീസ്, യൂറോപ്പിലുള്ള സമാധാനം. 1860 റഷ്യൻ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിലും ടെൻഷൻ ഫ്രീ, അതായത് വർക്കർ അൺറസ്റ്റ് ഉണ്ടാകുകയും അതിൽ കൂടെ ഫാബ്രിക്കിന്റെ ലാർജ് എഗ്രേനിയൻ ആയിട്ടുള്ള, അതായത് അഗ്രികൾച്ചറൽ സൊസൈറ്റി ഡോമിനേറ്റ് ചെയ്തു വരുന്നത് നൊബിലിറ്റിയാണ്. ഇനി ഇതിന്റെ കോസ്റ്റ് റീഇംബേഴ്സ് ചെയ്യുന്ന നൊബിലിറ്റി അവരുടെ ലോസ്, അതായത് ലാൻഡിൽ വരുന്ന സർഫ് എന്ന് വെച്ചാൽ ലാൻഡാണ്, ലാൻഡിൽ വരുന്ന സർഫിന് കൊടുക്കുന്നതും കർഷകർക്ക് കൊടുക്കുന്നതും 1860 കുറയ്ക്കുന്നു. ഈ എക്കണോമിക് ധനപരമായ പ്രശ്നം 1860 വരെയും അതേമാതിരി 1850 1870 ക്രീമിയൻ വാർ നടക്കുന്നുണ്ട്. റഷ്യൻ ടർക്കിഷ് വാർ ഡൈവേർട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ് റവന്യൂ മുഴുവനും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി. ഏത് ഇൻവെസ്റ്റ്മെന്റാ? മിലിറ്ററിക്ക്. അപ്പൊ ഇതിനെ വാല്യൂ വീക്കൻ ചെയ്യുന്നത് അവരുടെ റഷ്യയുടെ റൂബിൾ എന്ന് പറയുന്നത് അവരുടെ കറൻസിയാണ്. കറൻസിന്റെ വാല്യൂ കുറയും. അവിടെ റഷ്യയിൽ ഇൻഫ്ലേഷൻ വന്ന് പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇന്റർനാഷണൽ പീസിൽ കൂടെ വരുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഗ്രൗണ്ട് ക്യാപിറ്റൽ മൂവ്മെന്റ് കുറയും, ഇൻഡസ്ട്രിയൽ ലീപ്പ് കൂടുകയും റഷ്യൻ മിനിസ്റ്റേഴ്സ്, ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഈ കാലഘട്ടത്തിന് ഫ്യൂട്ടിലായിട്ട് യൂസ് ചെയ്ത് പീസ് കൊണ്ടുവരാനും 1878 യൂറോപ്പിൽ പീസ് കൊണ്ടുവരാനും ഫൗണ്ടേഷൻസ്, ബഡ്ജറ്ററി എക്സ്പാൻഷനും മോണിറ്ററി സ്റ്റെബിലിറ്റിക്കും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റഷ്യയിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ 1800 സെൻട്രൽ ഗോളാണ് റഷ്യൻ സ്റ്റേറ്റിന്റെ ആയിട്ട് കൊണ്ടുവരികയാണ്. ഈ ആസ്പിറേഷനിൽ കൂടെ അവര് റെപ്രസെന്റ് ചെയ്ത് വരുന്നത് മിനിസ്റ്റർ 1890 മുതൽ ഇങ്ങനെ വിറ്റി മൂവ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. വിറ്റി സിസ്റ്റത്തിൽ കൂടെ വിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്യാരക്ടറൈസ്ഡ് പറയുന്നത് ടാരിഫ് പ്രൊഡക്ഷൻ, മോണിറ്ററി സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ റീഫോം, ഹെവി ടാക്സേഷൻ, എൻകറേജ്മെന്റ് ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഈ പ്ലാനിൽ കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് കമ്പനികളും എക്സ്പ്ലോയിറ്റ് ചെയ്യുക, നാച്ചുറൽ ആയിട്ടുള്ള റഷ്യയുടെ നാച്ചുറൽ റിസോഴ്സിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിനെ മെറ്റലർജിക്കലും ഫ്യുവൽ ഇൻഡസ്ട്രിയിലും അർബൻ ഇൻഡസ്ട്രിയിലും ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരിക്കാൻ ചരിക്കുന്നു. ഇനി അവർ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ഗ്രോത്ത് കാണാൻ പറ്റും. ഈ ഫാസ്റ്റ് ഗ്രോത്തിൽ കൂടെ അവർ ലെങ്ത് ഡബിൾ ചെയ്യാണ്. കൺസ്ട്രക്ഷനിൽ ഡോമിനേഷൻ എടുക്കുന്നത് കൺസ്ട്രക്ഷനാണ്. ആനുവൽ അഡീഷൻസ് റെയിൽവേക്ക് കൊടുത്ത് അതിനെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ സ്റ്റോക്ക് സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം ജനറേറ്റ് ചെയ്തെടുത്തു. ഇതേമാതിരി തന്നെ യുക്രൈനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ കൊണ്ടുവരുന്നു. 90 റഷ്യയുടെ 1/3 റഷ്യയുടെ ഔട്ട്പുട്ട് അത് അബ്സോർബ് ചെയ്തത് റെയിൽവേസ് ആണ്. പിന്നെ പ്രൊവൈഡ് ചെയ്തത് മേജർ മാർക്കറ്റ് ആണ്, മാർക്കറ്റ് ഫോർ കോൾ. ആ മാർക്കറ്റ് കോളും കൂടെ കൊണ്ടുവന്ന് അവര് വേഗം അതിനെ റൂബിളിന്റെ എമൗണ്ടിന്റെ കൊണ്ടുവയ്ക്കാനും 19ാം നൂറ്റാണ്ടിൽ ടെക്സ്റ്റൈൽസിനെ റിമെയിൻ ചെയ്തിരുന്നതും കൊണ്ടുവയ്ക്കുന്നു. ഇനി ഈ വിറ്റിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റിൽ കൂടെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന പെർഫോമൻസ് വേൾഡസ്റ്റ് ഹെവി ഇൻഡസ്ട്രി റഷ്യ കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വരുന്നത് റവന്യൂ ടാക്സേഷൻ ആണ്. എത്ര വിധത്തിൽ ടാക്സ് കൂട്ടാൻ പറ്റും? ബോറോയിങ് എബ്രോഡ് ആണെങ്കിൽ ടാക്സ് റേറ്റ് ഇൻട്രസ്റ്റ് ലോ, കൺവേർട്ടിംഗ് എക്സ്പെൻസീവ് ഡൊമസ്റ്റിക് ലോൺസിൽ ടാക്സേഷൻ കൊണ്ടുവരുന്നു. ഈ ടാക്സേഷൻ പലവിധ ടാരിഫിൽ കൂടെ ടാക്സ് റെമിഷൻസ് ഗ്യാരണ്ടീഡ് കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെ റഷ്യയുടെ റോ മെറ്റീരിയൽസിനും മാനുഫാക്ചറേഴ്സ് പ്രോഡക്ട്സിനും ഹെവി ഡ്യൂട്ടി ഇമ്പോർട്ട് ചെയ്യും. ഈ ടാക്സിൽ കൂടെ റഷ്യൻ മിഷൻ ഇൻഡസ്ട്രീനെയാണ് അവർ കൂട്ടിയെടുക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം ബേസ്ഡ് ഓൺ ഗോൾഡ് ഡെപ്പോസിറ്റ്, എത്രത്തോളം ഗോൾഡ് കറൻസിയുടെ വാല്യൂ പോയതുകൊണ്ട് ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു പോളിസി കൊണ്ടുവരാണ്. ആ പോളിസിയിൽ കൂടെ അവർക്ക് കുറച്ചൊന്ന് ഹ്യൂജ് ബർഡൻ ആണ് വരുന്നത്. പിന്നെ ഫോറിൻ ക്യാപിറ്റൽ ആണ്. ഫോറിൻ ക്യാപിറ്റൽ കൊണ്ടുവരിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. എൻകറേജിങ് ഇൻഫ്ലോ, റഷ്യയുടെ യൂറോപ്പിലുള്ള നാഷണൽ ഡിബേറ്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവർ പോസിബിൾ ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെയിൽവേ ലോൺസിലേക്ക് കൊണ്ടുവരുന്നു.
പിന്നെ അതിന് കൂടാതെ ഇൻഡസ്ട്രി പർട്ടിക്കുലർ ആയിട്ടുള്ള സൗത്ത് മൈനിങ്ങും മെറ്റലർജിക്കലും ഇൻഡസ്ട്രീസും ഓയിൽ ഇൻഡസ്ട്രിയിലും ഒക്കെ അതേമാതിരി ബാങ്കിലും ട്രേഡിലും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വോളിയം ഓഫ് ക്യാപിറ്റൽ ഫ്ലോ റഷ്യയിലേക്ക് വരുന്നത് കൊണ്ട് അവരുടെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ ലെൻഡിങ്ങിലേക്കും വരുന്നു. ഇനി കൂടാണ്ട് ഗവൺമെന്റ് എൻഷ്യൂർഡ് ടാരിഫ് പ്രൊട്ടക്ഷൻ, ഗവൺമെന്റ് ലോൺസ്, സെക്യൂരിറ്റി അഗേൻസ്റ്റ് ഇൻഡസ്ട്രിയൽ ഫാക്ഷൻ, ഇതൊക്കെ വരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ഇമ്പ്രൂവ് ആകുന്നു. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഇതിൽ കാരണം കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജർമ്മൻ ഫ്രഞ്ച് ഗവൺമെന്റ് എൻകറേജ് ചെയ്യുന്നു ഇൻവെസ്റ്റ്മെന്റ് ഇൻ റഷ്യ. കോമ്പീറ്റിംഗ്ലി റഷ്യൻ അലയൻസിൽ കൂടെ അവർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു. ഇനി ഇൻഡസ്ട്രിയൽ സ്പേർട്ട് കൊണ്ടുവരുന്നുണ്ട്, പെട്ടെന്നുള്ള ഒരു വളർച്ച. അത് USA, ജർമ്മനി, ഗ്രേറ്റ് ബ്രിട്ടൻ ഓരോരുത്തരായിട്ട് ബേസിക് ആയിട്ടുള്ള നാച്ചുറൽ കെമിക്കൽസിനെ കൊണ്ടുവരിക്കാനും കൺസപ്ഷൻ കൊണ്ടുവരിക്കാനും വർക്ക് ചെയ്ത് റെഡ്യൂസിങ് ദ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇംപ്രൂവ് ചെയ്ത് ഇന്റർ റീജിയണൽ ട്രേഡ് കൊണ്ടുവരുന്നതാണ് സൈബീരിയയിൽ നിന്ന് കൊണ്ടുവരുന്നു. ഇംപ്രസീവ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നോക്കുമ്പോൾ സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഡസ്ട്രി, ടാക്സേഷൻ, ഇതൊക്കെ ഒന്ന് നന്നാവുകയാണ്. റിറ്റിന്റെ സിസ്റ്റം പ്രകാരിച്ച് അഗ്രികൾച്ചറും ഫോക്കസ്ഡ് അറ്റൻഷൻ കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റിലേക്കും ഇൻഡസ്ട്രിയിലേക്കും കൊണ്ടുവരുന്നു. വിറ്റിന്റെ ട്രിക്കിൾ ഡൗൺ എന്ന് പറയും, അഗ്രികൾച്ചറിലും അതേമാതിരി തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുക പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് അവര് വളരെ സീരിയസ് ആയ ലിമിറ്റേഷൻസും അവർ ബേസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആണ്. 1901 മുതൽ 14 വരെ ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ ബേസിക് പ്രോബ്ലം ഉണ്ടായിരുന്നത് ലാൻഡഡ് ഓഫ് അവര് കർഷകരുടെ ജീവിതം, അവരുടെ ടാക്സ് പേയിങ് കപ്പാസിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ എന്തൊക്കെയാ ചെയ്യുന്നത്, ആവറേജ് ഹാർവെസ്റ്റ് വരുന്നുണ്ടോ ഈ ക്യാപിറ്റൽ വഴി ഇവര് ഒരു മെയിൻറ്റെയിൻ ലെവൽ കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ നമ്മൾ അവസാനമായിട്ട് കാണാൻ പോകുന്നത് ക്രൈസിസ് ആണ്. ഭയങ്കര ക്രൈസിസ് വരും. വേൾഡ് ക്രൈസിസ് വന്നിട്ട് ഇൻഡസ്ട്രിയൽ ക്രൈസിസ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻഡസ്ട്രിയൽ പ്രൈസസ് കൂടി, അതേമാതിരി തന്നെ ബ്രാഞ്ചസ് ബിഗ് അയൺ കൂടി, എല്ലാം വന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായ ക്രൈസിസ്. അതിന്റെ ഡിസ്മിസലാണ് ഫോറിൻ മിനിസ്റ്റർ വിറ്റിന്. ഇതിനുശേഷം നമ്മൾ കാണുന്ന മോണോപോളിസ്റ്റിക് ഡിവൈസസ് ആണ്. ഈ മോണോപോളിസ്റ്റിക് ഡിവൈസസ് വരുമ്പോൾ ചില സെക്ടേഴ്സിൽ മാത്രം അവര് സിമിലർ ആയിട്ടുള്ള ജർമ്മനിയുടെ കാർട്ടൽസിലും അതേമാതിരി ഹോൾഡിംഗ് പ്രൈസസിലും കൺട്രോളിങ് കോമ്പറ്റീഷൻസ് ഒക്കെ അവര് മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ആനുവൽ ഗ്രോത്തില് 6%, 1901 മുതൽ 14 വരെ. അപ്പോഴത്തേക്കും ഇവിടെ വാറ്, ജപ്പാന്റെ കൂടെ വാറ് 1904-ഉം 1905-ലും റവല്യൂഷൻസ് നടക്കുന്നുണ്ട്. അബോളിഷൻ ആണ് ഈ റിഡംഷൻസ്. ഈ റെയിൽവേ കൺസ്ട്രക്ഷൻ പ്രിസീഡ് ചെയ്ത് വരുന്നു. ഇനി ഗ്രോത്ത് ഓഫ് ഇയേഴ്സ് വരുമ്പോൾ 2008 മുതൽ 13 വരെ വളരെ റഷ്യൻ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനുശേഷം അവർ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു 5 മുതൽ 13 വരെ. അതിനുശേഷം ഗ്രെയിൻ പ്രൈസസ് ഒക്കെ കൂട്ടുകയും റിലീവ് ആയിട്ട് അവർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് റഷ്യ 1914 വാറാണ്. ഫസ്റ്റ് വാറിൽ വേൾഡിന്റെ ഗോൾഡ് സ്മിത്ത് കയറിയും റഷ്യ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുന്ന ഈ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ആ വാറിൽ കൂടെ റഷ്യയുടെ എക്കണോമിക് ഗ്രോത്ത് റിമെയിൻഡ് അഗ്രികൾച്ചർ സ്ട്രെങ്ത്തിൽ കൂടെയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കോളനൈസ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നുള്ള ട്രെൻഡ്, ഈ ഫാക്ടറി റഷ്യ ഡുവൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ലാർജ് സ്കെയിൽ ഫാക്ടറി, ഒന്ന് സ്മോൾ സ്കെയിൽ പെസന്റ് ആൻഡ് ആർട്ടിസൻസിന്റെ ഫാക്ടറി. ഇങ്ങനെ ഇതിൽ കൂടെ അവര് ഈ ഡ്യുവൽ സെക്ടറിൽ കൂടെ ഹൈ പ്രപ്പോർഷൻ ഓഫ് വളരെ റൂറൽ ബേസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ടെസ്റ്റിഫൈ ചെയ്ത് അവരുടെ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്സിനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ് ചെയ്തു പോകുന്നത്. ഇതിൽ നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്നത് ഈ കാലഘട്ടങ്ങളിൽ റിയൽ ആയിട്ടുള്ള ഇൻകം പെർ ഹെഡും, അതായത് ബെസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഓവറോൾ മാനുഫാക്ചർ ലെവലിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റും റഷ്യയിൽ 2013 കാണുന്നു. 1/3 ഓഫ് ഹൈ ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ഗ്രേറ്റ് ബ്രിട്ടനും ഇവര് അത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസിന്റെ ആ കാലഘട്ടത്തിൽ ഹാഫ് ഓഫ് ജർമ്മനിന്റെയും റഷ്യന്റെയും ഇക്കണോമിക് മെന്ററായിട്ട് റഷ്യ എക്സാമ്പിളും റൈവലായിട്ട് മാറുകയായിട്ടാണ് നമ്മൾ കാണുന്നത്.
ഇനി ഇത് ഫൈനലായിട്ട് തോന്നുമ്പോൾ മാർക്കറ്റ് ലേബർ ഫോഴ്സ്, ക്രിയേറ്റീവ് യൂണിഫോം ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്, ഫൈനാൻസ് ഇൻഡസ്ട്രി, ഇതിൽ കൂടിയൊക്കെ റഷ്യയുടെ ലേബർ മാർക്കറ്റും കൺസ്യൂമർ ഗുഡ്സും ഫോക്കസ് ചെയ്ത് ഹെവി ഇൻഡസ്ട്രീസിലേക്കാണ് അവർ ഫോക്കസ് ചെയ്ത് ബിഫിറ്റ് ചെയ്ത് എടുക്കുന്നത്. നന്ദി, നമസ്കാരം.